നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. ഇന്നത്തെ വിഷയം സ്വലാത്ത് ചെല്ലുന്ന നാവ്, അതിനെപ്പറ്റിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് എല്ലാവരും ചെല്ലുന്നുണ്ട്, അതിനേക്കാൾ കൂടുതലും ചെല്ലുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലുന്ന നമ്മുടെ നാവ്, അതിന് മാത്രം യോഗ്യതയുണ്ടോ? നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മൾ കൂടുതലൊന്ന് ചിന്തിക്കണേ. നമ്മുടെ നാവ് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉച്ചരിക്കാൻ, അവിടുത്തെ മേൽ സ്വലാത്ത് ചെല്ലാനുള്ള യോഗ്യത നമ്മുടെ നാവിനുണ്ടോ, അതിനുള്ള ഗുണങ്ങളുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. എന്ന് വിചാരിച്ച് സ്വലാത്ത് നിർത്തരുത്. മറിച്ച് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടെങ്കിലും എൻ്റെ നാവ് നന്നാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെല്ലുക. ഒരു മനുഷ്യൻ ഞാൻ നല്ലവനാണ് എന്ന് എപ്പോൾ തോന്നിയോ അന്ന് അവൻ മോശപ്പെട്ടവനായി. ആയിഷ ബിബി റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് നല്ലവൻ എന്നുള്ളത്. ഞാൻ നല്ലവനാണെന്ന് എനിക്ക് സ്വയം തോന്നിയാൽ ഞാൻ മോശപ്പെട്ടവൻ, അന്ന് അവൻ മോശപ്പെട്ടവനായി. എനിക്കെന്നാണോ ഞാൻ മോശപ്പെട്ടവനാണെന്ന് തോന്നുന്നത് അന്നാണ് ഞാൻ നല്ലവനാകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം ഈ ഭൂമിയിൽ നേടാൻ കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ നമുക്ക് സന്തോഷത്തോടു കൂടി കിടക്കാം. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നമ്മുടെ കൽബ് വിടണം. എന്നിട്ട് സ്വലാത്ത് നിർത്തുകയും വേണ്ട. ഞാൻ നല്ലവനാണ് എന്ന് വിചാരിച്ച് സ്വലാത്ത് അവസാനിപ്പിച്ചിട്ട്, മറിച്ച് ഞാൻ മോശപ്പെട്ടവനാണ് എന്ന് വിചാരിച്ച് സ്വലാത്ത് ധാരാളം ചെല്ലുക. അങ്ങനെ ചൊല്ലി സ്വലാത്തിലൂടെ നമ്മുടെ പാവങ്ങൾ പൊറുക്കണം. ആ സ്വലാത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അത് ഏതുവരെ? അത് മരണം വരെ ഞാൻ മോശപ്പെട്ടവനാണ് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്തിലൂടെ നമുക്ക് നമ്മുടെ നാവും നമ്മുടെ കൽബെല്ലാം നന്നാകണം. ഇൻഷാ അല്ലാഹ് അത് മരണം വരെ നമ്മൾ അങ്ങനെ ചെയ്യണം. അള്ളാഹു തൗഫീഖ്. നമ്മൾ നല്ലത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരരുത്. എന്തെങ്കിലും നമ്മൾ ചൊല്ലി നമുക്ക് എന്തെങ്കിലും സ്വലാത്തിലൂടെ നേടാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ നല്ലവനായി എന്നുള്ളൊരു ചിന്ത വന്നു പോകരുത്. അവിടം കൊണ്ട് നമ്മൾ തീരും. മറിച്ച് നമ്മൾ മോശപ്പെട്ടവനാണ്, എൻ്റെ ഈ നാവ് കൊണ്ട് തങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ചെല്ലാതിരിക്കില്ല. മറിച്ച് ഈ തങ്ങളുടെ പേരിൽ ചെല്ലിയിട്ടെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് പാവങ്ങൾ പൊറുക്കണം, തങ്ങളുടെ പേരിൽ ചെല്ലുക. അള്ളാഹു അത് മരണം വരെ നിലനിർത്തി തരട്ടെ. മരണം വരെ 1000 സ്വലാത്ത് പതിവാക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.